അമൃത മിസ് ആണ്. അപ്പൊ ഈ 2 ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഈ ചോദ്യങ്ങളാണിത്. അപ്പൊ എങ്ങനെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചോദ്യങ്ങളും നമ്മൾ ഇതല്ലാതെ വേറെ ഏത് ചോദ്യം വന്നാലും എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം നോക്കാം അല്ലെ. അതായത് ആംഗിൾസ്, നിങ്ങളുടെ കോണുകൾ എന്ന് പറയുന്ന 1ാമത്തെ ചാപ്റ്ററിൽ അവസാനത്തേക്ക് വരുന്നൊരു ചിത്രമാണിത്. ആദ്യം വരുന്നൊരു ചിത്രമാണിത്. ഇത് രണ്ടും വരയ്ക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ വേഗം ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഈ ഒരു ചിത്രത്തില് നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനാണ്. ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്യുവാണ്, ആദ്യം തന്നെ 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. ഓക്കെ, 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പ്രൊട്രാക്ടർ ആണ്. ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ഒരു സൈഡിൽ വെക്കുന്നു. ഞാൻ 6 സെന്റിമീറ്റർ ലൈന് വരച്ചു. എന്നിട്ട് അതിന്റെ ഒരറ്റത്ത് ഞാൻ പ്രൊട്രാക്ടർ കൊണ്ടേ വെച്ചു. എന്നിട്ട് നോക്കുക, ചിത്രത്തില് ഈ 6 സെന്റിമീറ്ററിന്റെ മുകളിലേക്ക് 20 ഡിഗ്രി, താഴേക്കും 20 ഡിഗ്രി. ശരിയല്ലേ? നമുക്ക് തൽക്കാലം മുകളിലുള്ളത് ആദ്യം വരയ്ക്കാം. ചിത്രം വരയ്ക്കുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ആദ്യം 6 സെന്റിമീറ്റർ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, പ്രൊട്രാക്ടർ കൊണ്ടുവന്നിട്ട് ഒരു മൂലയിൽ വെച്ചു. ആ ലൈനിന്റെ 2 എഡ്ജ് ഉണ്ട്, അതിൽ ഒരു എഡ്ജിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചു. പ്രൊട്രാക്ടർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, 20 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടുന്ന് നമ്മുടെ ഈ ലൈൻ എവിടെയാണ്, പ്രൊട്രാക്ടറിന്റെ ഒരു സൈഡിലല്ലേ ഉണ്ടാവുക, അതിന്റെ 0 എവിടെയാന്ന് നോക്കുക. അപ്പൊ ഈ പ്രൊട്രാക്ടറിന്റെ ഈ ഒരു സൈഡിലാണ് നമ്മുടെ ലൈൻ ഇരിക്കുന്നത്, ഇവിടെയാണ് 0 എടുക്കുന്നത്. 0 മുതൽ നോക്കുക 20 ഡിഗ്രി എവിടെയാണ്. യെസ്, ഇവിടെയാണ് നമ്മുടെ 20 ഡിഗ്രി. ആ 20 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊട്രാക്ടർ നേരെ എടുത്ത് ഇപ്പുറം വെക്കണം. ഓക്കെ, ഇപ്പുറം വെച്ചു. ഇതേ പ്രൊസീജിയർ തന്നെ പ്രൊട്രാക്ടർ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് 0 ആണ്, 0 മുതൽ 20 വരെ. ആ 20യിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യും. ഇനി നമുക്ക് പ്രൊട്രാക്ടർ മാറ്റി വെക്കാം. ഈ പ്രൊട്രാക്ടർ താഴേക്ക് വെക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടത് സ്കെയിലാണ്. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ആദ്യത്തെ 20 ഡിഗ്രി മാർക്ക് ചെയ്തതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത 20 ഡിഗ്രി വരച്ചു കൊടുത്തേക്കും ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, സെറ്റ്. അപ്പൊ ഇതാണ് നമ്മളുടെ 20 ഡിഗ്രി, ഇതാണ് നമ്മളുടെ 20 ഡിഗ്രി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മുകളിലുള്ള ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതേ പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യണം, താഴേക്ക് കൂടി ചെയ്യണം. മിസ്, പ്രൊട്രാക്ടർ എങ്ങനെ താഴേക്ക് കൊണ്ടുവരിക എന്നാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ മക്കളെ വളരെ സിമ്പിൾ ആടാ. നമ്മുടെ പ്രൊട്രാക്ടർ എടുത്ത് നേരത്തെ വെച്ച പോലെ തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ തിരിക്കുക. പ്രൊട്രാക്ടർ തിരിച്ചിട്ട് ഇതേപോലെ ഈ പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്നും 20 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ പ്രൊട്രാക്ടർ എടുത്ത് ഇപ്പുറം വെക്കുന്നു, 20 ഡിഗ്രി താഴേക്കും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ നേരത്തെ വരച്ച പോലെ തന്നെ ഈ 20 ഡിഗ്രി ഇങ്ങോട്ടും ഇവിടുന്ന് 20 ഡിഗ്രി ഇങ്ങോട്ടും. നമ്മുടെ ചിത്രമായി. ഇത്ര സിമ്പിളാണ്. കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വരച്ചപ്പോൾ വളരെ സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് അടുത്ത ആളെയാണ് അല്ലേ. ഈ ഒരു ചിത്രമാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഇതെങ്ങനെ നമ്മൾ വരയ്ക്കും അല്ലേ, ഈ ഒരു ചിത്രം നമ്മൾ എങ്ങനെ വരയ്ക്കും? ചേടാ, കുറച്ച് ബുദ്ധിമുട്ടാ, കാണും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ. പക്ഷെ ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വൃത്തം വരയ്ക്കുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക. മിസ്സേ, ഇവിടെ സർക്കിൾ ഇല്ലല്ലോ. സർക്കിൾ ഇല്ല, പക്ഷേ സർക്കിളിന് പകരം ഇവിടെ എന്തുണ്ട്, ഒരു 5 സൈഡഡ് ഫിഗർ ഉണ്ട്. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 5 സൈഡുള്ള ഒരു ഫിഗർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. 5 സൈഡുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ 5 സൈഡഡ് ഫിഗർ, പെന്റഗൺ അല്ലെങ്കിൽ എന്താ പറയാ പഞ്ചഭുജം എന്നൊക്കെ പറയും. ഇതിന് 5 സൈഡാണല്ലോ. നോക്കിയേ, 1 2 3 4 5 5 സൈഡുള്ള ഫിഗർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അത് വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. റേഡിയസ് ഒന്നും നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. റെഡി? ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ മാർക്ക് ചെയ്ത് റേഡിയസും മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു സർക്കിൾ വരച്ചു, ആ സർക്കിളിന്റെ റേഡിയസ് മാർക്ക് ചെയ്തു. ഇനി നമുക്കറിയാം
ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ, സർക്കിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ആണ്. നമ്മളൊരു 5 സൈഡഡ് ഫിഗർ, 5 വശമുള്ള ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു 6 സൈഡുള്ള ഫിഗർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 6 കൊണ്ട് ഹരിക്കും. ഒരു 4 സൈഡുള്ള ഫിഗർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഹരിക്കും. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു 5 സൈഡുള്ള ഫിഗർ ആയതുകൊണ്ട് 5 കൊണ്ട് ഹരിക്കുന്നു. 360നെ 5 കൊണ്ട് ഹരിച്ചാൽ 72 ഡിഗ്രി എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ച നമ്മുടെ പ്രൊട്രാക്ടർ ഇല്ലേ, ആ പ്രൊട്രാക്ടർ പിന്നെ ഒന്നുകൂടെ നമ്മൾ ഇന്ന് എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രൊട്രാക്ടറിനെ എടുക്കാം. പ്രൊട്രാക്ടറിനെ എടുത്തു, നമുക്ക് വരച്ചു തുടങ്ങാം. നമ്മുടെ ചിത്രം ഇവിടെ, യെസ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ പ്രൊട്രാക്ടർ ഇതാ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇവിടെ നടുവിൽ വെക്കുക. എന്നിട്ട് 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. 72, 70 ഇവിടെയാണ്. 72 എന്ന് പറഞ്ഞാൽ വളരെ അടുത്തായിട്ട് ഇവിടെയായിട്ട് വരും. കണ്ടോ? 72 മാർക്ക് ചെയ്യും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രൊട്രാക്ടർ ഒന്ന് മാറ്റി വെച്ച് ഇതിലേക്കുള്ള ലൈന് വരയ്ക്കുക. ഇതാണ് 72 ഡിഗ്രി. ഇനി നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുന്നു, പിന്നെയും ഇവിടെ വെക്കുന്നു. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് ഈ ഒരു പോയിന്റ് കറക്റ്റ് ആക്കി വെക്കണം. ഈ ഒരു ലൈനിലേക്ക് കറക്റ്റ് ആക്കി വെക്കുക. വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വെക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ എന്താകും? മൊത്തം തെറ്റിപ്പോട്ടോ. ഓക്കെ, വെച്ചു. ഇനി 72 ഡിഗ്രി മാർക്ക് ചെയ്യണം. 70 എവിടെ? 70 ഇവിടെ. 2 ഏകദേശം ഇവിടെയായിട്ട് വരും. ഓക്കെ, പ്രൊട്രാക്ടർ മാറ്റിക്കോ. മാറ്റി, വരച്ചോളൂ. വരച്ചു. അപ്പൊ ഇതേപോലെ തന്നെ പിന്നെയും പ്രൊട്രാക്ടർ എടുക്കുന്നു, തിരിക്കുന്നു, ഇതിന്റെ മുകളിൽ വെക്കുന്നു. നമ്മൾ ലാസ്റ്റ് വരച്ച വരയുടെ മുകളിലാണ് വെക്കേണ്ടത്. ലാസ്റ്റ് വരച്ച വരയുടെ മുകളിൽ വെക്കുന്നു. 72 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എവിടെ 72? ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരും 72. മാർക്ക് ചെയ്യുന്നു, പ്രൊട്രാക്ടർ മാറ്റുന്നു, വരയ്ക്കുന്നു. ഏകദേശമായിട്ട് മിസ് ഒരു ഇതും കൂടെ വരയ്ക്കും കേട്ടോ. പ്രൊട്രാക്ടർ എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ ഏകദേശം വരച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാരെയും കൂട്ടി യോജിപ്പിക്കുന്നു. ഈ എൻഡ് പോയിന്റുകളൊക്കെ തമ്മിൽ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു 5 സൈഡഡ് ഫിഗർ വരച്ചു. ഓക്കെ, നമ്മളിപ്പോ ഒരു 5 സൈഡഡ് ഫിഗർ വരച്ചു. ഓക്കെ, സെറ്റ്. 5 സൈഡഡ് ഫിഗർ വരച്ചു. ഇതില് ഈ വരയ്ക്കൊരു ചരിവുണ്ടോ? അപ്പൊ കറക്റ്റ് അല്ലേ? ചെറിയൊരു ചരിവില്ലാതില്ല അല്ലേ? ഓക്കെ, നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത്, അപ്പൊ ഇത് വരച്ചു കഴിഞ്ഞാൽ തന്നെ പണി കഴിഞ്ഞു. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ തന്നെ പണി കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള വരകളൊക്കെ ഒന്ന് മായ്ച്ചു കളയാം. ഉള്ളിലുള്ള വരകളൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് വരച്ച് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള വരകളൊക്കെ ഒന്ന് മായ്ച്ചു കളയാം. മായ്ച്ചു കളഞ്ഞു. ഇനി നമ്മൾ കുറച്ച് വരകൾ വരയ്ക്കണം. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണെടാ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഓരോ മൂലയിൽ നിന്നും ഓപ്പോസിറ്റ് മൂലയിലേക്ക് ഓരോ ലൈൻസ് വരയ്ക്കുക. 1, 2, എല്ലാ മൂലകളെയും തമ്മിൽ കണക്ട് ചെയ്യാം. ഇനി ഏത് മൂലയാ കണക്ട് ആവാത്തുള്ളേ? ഇനി ഈ മൂലയും കൂടെ കണക്ട് ആയാൽ മതി. ഓക്കെ, കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കളർ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തുള്ള സർക്കിൾ മായ്ച്ച് കളയാം. സർക്കിൾ മായ്ച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇവിടെയൊക്കെ കളർ കൊടുക്കുക. സംഭവം സെറ്റാണ്. കഴിഞ്ഞു. നമ്മുടെ ചിത്രമായി. ഇതന്നെയല്ലേ നമ്മുടെ ചിത്രം. എല്ലാ ലൈൻസും കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ വന്നു. ഇനി ഉള്ളിൽ കളർ കൊടുക്കുക, ഇവിടെ കളർ കൊടുക്കുക, പച്ച കളർ കൊടുക്കുക. എല്ലാ കളറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം അടിപൊളിയായി. നമ്മുടെ ചിത്രം അടിപൊളിയായി. ഇത്രയേ ഉള്ളൂ പണി. അപ്പൊ ഇത്രയും അടിപൊളിയായിട്ട്, ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന 2 ചിത്രങ്ങളാണിത്. ഇത് വെച്ച് ആരും തന്നെ ടെൻഷൻ അടിക്കരുത്. ഇത് അടിപൊളിയായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട്, ഇത്രയും അടിപൊളിയായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പോഴും ഹോംവർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. മക്കൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? നമ്മുടെ വജ്ര ബാച്ചിലേക്ക് വരിക. ഇവിടെ എല്ലാ ഹോംവർക്കുകളും, എല്ലാ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ സെറ്റാണ്. ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചുള്ള ഒരു വിഷമമൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് പഠിക്കാം.